അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇന്ന് പണ്ഡിതന്മാർ സ്വാഭാവികമായിട്ടും അവർ സ്വയം നരകത്തിലേക്ക് ഇങ്ങനെ വിറകുകളായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കണ്ടാണ്. കാരണം ബിദ്അത്തും ശിർക്കും ഇതിലധിഷ്ഠിതമാണ് അവരുടെ ജീവിതം മുഴുവനും. കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടല്ലോ, സഫ്വാൻ സഖാഫി മുതൽ ഈ പണ്ഡിത വേഷധാരികളായിട്ട് നടക്കുന്ന ഈ ആളുകൾ മുഴുവൻ എന്താ ചെയ്യുന്നത്? നിസാര നോക്കണോ, വളരെ എന്താ പറയുക, ഒരിക്കലും യുക്തിഭദ്രമായ വിപ്ലവാത്മകമായ ഈ മതത്തിൽ നോക്കണം, ഏറ്റവും അന്ധവിശ്വാസവും അങ്ങേയറ്റം ആളുകൾ നിന്ദിക്കുന്നതുമായ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുക. ആലോചിച്ച് നോക്കൂ. ഇത് കാണുമ്പോഴാണ് ഈ ജാമിദയെ പോലെയും ആരിഫിനെ പോലെയും ഒക്കെ ഉള്ള നരാധമന്മാർ ഇതിമ പിടിച്ച് കയറി ഈ മഹത്തായ ഈ വിപ്ലവ പ്രസ്ഥാനത്തെ അഥവാ കിയാമം വരെ നിലനിൽക്കുന്ന ഈ വ്യവസ്ഥിതിയെ പരിക്കേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. ആ പരിക്കേൽപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നതോ ഇത്തരത്തിലുള്ള ഈ ബ്ലോഗർമാരും ഉസ്താദി എന്ന് പറയുന്ന ആളുകളും ഒക്കെ കൂടെ ചേർന്ന് വളരെ മോശമാക്കി തീർക്കുക. ഇപ്പോൾ ഉദാഹരണം, താന്തോന്നിയായിട്ട് ജീവിച്ച ഒരു പെണ്ണ്, ആ പെണ്ണിനെ കുറിച്ച് എന്നോട് പറയണം എന്നാണ് പറഞ്ഞത്. താന്തോന്നിയായ പെണ്ണ് ജീവിച്ച് എന്താ പിന്നെ ഓള് ചെയ്ത മഹത്വം ആലോചിച്ച് നോക്ക്. ഇയാൾ തന്നെ പറയട്ടെ, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ ഉമ്മ പറയാണ്, ആ ഒരു തന്റെ സ്വന്തം മകളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കണ്ടൊരു അത്ഭുതം, വല്ലാത്തൊരു സുഗന്ധം ഉണ്ടായിരുന്നത്രേ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകളെന്താ വല്ല വലിയതാണോ? അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പ്രത്യേക സുഗന്ധം വരാൻ നിങ്ങളുടെ ഒരു തോന്നലാവും, ഒരു പക്ഷെ മകളോടുള്ള സ്നേഹം കൊണ്ട്. ആ ഉമ്മ പറഞ്ഞു, അങ്ങനെ അല്ല സാറേ, എൻ്റെ മകളുടെ ജീവിതം സാറൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഉമ്മ വരുന്നത്. അപ്പൊ ഈ ഒരു മകളുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഈ കണ്ടില്ല നിങ്ങളിപ്പോൾ, ഈ താന്തോന്നിയായി ജീവിച്ച് അങ്ങേയറ്റം പ്രണയവും കാര്യങ്ങളും ഒരു മാന്യതയുമില്ല. മാത്രമല്ല പറയാൻ തന്നെ ഇയാൾക്ക് യാതൊരു ലജ്ജയുമില്ല ലോകത്തോട്. മഗ്‌രിബ് നിസ്കരിക്കും, പിന്നെ അതോടൊപ്പം സുബൈ നിസ്കരിക്കും, വേറെ ഒറ്റ നിസ്കാരത്തെക്കുറിച്ചും അറിയില്ല. ഈ രണ്ട് വകത്ത് നിസ്കരിക്കുന്നത് തന്നെ പിന്നെന്തിനാ? ഈ രണ്ട് വകത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചിട്ട ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് ഇവൾ കോളേജിൽ പോയാൽ അങ്ങോട്ട് കാമഭ്രാന്തിയായിട്ട് ഇങ്ങനെ നടക്കുക, അങ്ങേയറ്റം വൾഗറായിട്ട് നടക്കുക. എന്തായി പറയുക? അങ്ങനെ വൾഗറായി നടക്കുന്ന ഒരു സ്ത്രീ പിന്നെ പെരേന്ന് യേശം നിസ്കരിക്കലും മഗ്‌രിബ് നിസ്കരിക്കലും സുബൈ നിസ്കരിക്കലും ഉണ്ടാവുമോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. പക്ഷേ എന്നിട്ട് പിന്നെ എന്താണ് അവളെ ഇത്തരത്തിൽ മഹത്തായ ഒരു സ്ത്രീ, അഥവാ ഞാൻ ചോദിച്ചു വലിയത്തായിട്ടുള്ള സ്ത്രീയാണ്. നിങ്ങൾ അതൊന്നും കൂടെ കേട്ട് നോക്കൂ. ഒരു പ്രത്യേകത, ഒരു വലിയ സുഗന്ധം പോലെ തോന്നി എന്നുള്ളത് ഇത് അവർക്ക് സത്യമാണ്. എനിക്കിത് കേട്ടപ്പോൾ അത്ര വിശ്വാസം തോന്നി. വിശ്വസിക്കാതിരിക്കാൻ ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് അവരുടെ വിശ്വാസമാണ്. പറഞ്ഞോട്ടെ, എന്തോ ഒരു സുഗന്ധം. ആ ഉമ്മ പറയാണ്, എൻ്റെ മകള് ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുമായിരുന്നു. എൻ്റെ മകളുടെ ജീവിതം മറ്റു പെൺകുട്ടികൾക്ക് ഒരു മാതൃകയാക്കാൻ വേണ്ടി സാറൊന്ന് പറയോ? ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതിലെന്താണ് ഇപ്പോൾ ഒരു മാതൃകയുള്ളത് എന്നുള്ളൊരു മറുചോദ്യം ഞാൻ ചോദിച്ചത്. ആ ഉമ്മ പറഞ്ഞതാണ്, നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു ഷെറീഫ്. കണ്ടില്ലേ നിങ്ങൾ, വലിയത്തായ സ്ത്രീയാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതൊന്നുമല്ല. വലിയത്ത് വെച്ചാൽ തോന്നിവാസങ്ങൾ കൊണ്ട് തുല്യതയില്ലാത്ത തമ്മാടിത്തരങ്ങൾ ചെയ്തിട്ട് പിന്നെ ഓള് എങ്ങനെ അങ്ങോട്ട് ഇത്ര വലിയത്താവണം എന്നാണ് മൂപ്പര് വിശദീകരിക്കുന്നത്. എങ്ങനെയാണ് ഇത് പറ്റിയത്? ഒരു മജ്‌ലിസുന്നൂറിൽ പങ്കെടുക്കാനിടയായി. അങ്ങനെ നാരിയത്ത് സലാത്ത് എന്ന് പറഞ്ഞ സദസ്സിൽ പങ്കെടുത്ത് 1 വർഷത്തോളം പങ്കെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഓള് മരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മയ്യത്ത്. നിങ്ങളിത് എല്ലാവരോടും പറയണമെന്ന് ആര് പറഞ്ഞ്? ഓളമ്മ പറഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞത്. ഇതാണ്. എന്നിട്ട് എന്തിനിങ്ങനെ തെറ്റായിട്ടുള്ള സന്ദേശങ്ങളെ ആളുകൾക്ക് മുഴുവൻ കൊടുത്തിട്ട് അവരെ മുഴുവൻ നരകാഗ്നിക്ക് പാത്രമാക്കണമെന്ന് ആണോ ഈ ഉമ്മ പറഞ്ഞത്? ആലോചിച്ച് നോക്കണം. നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? സ്വാഭാവികമായിട്ടും അള്ളാഹുവും അവൻ്റെ റസൂലും ഈ ദീനിനെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ സംവിധാനത്തിലല്ല ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്തരത്തിൽ മരണനേരത്ത് നോക്കണം, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ബോഡിക്ക് എന്തെങ്കിലും ഒരു സുഗന്ധം ഉണ്ടാവുക, ഒരു വലിയ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലാകുന്ന അഷ്റഫുൽ ഖൽക്കാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. ആ മനുഷ്യൻ മരിച്ചിട്ട് ഇങ്ങനെ വല്ല സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ അവിടുത്തെ സ്വഹാബിമാർ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമായിരുന്നു. അവിടുത്തെ മകളുണ്ട്, മഹത്തുക്കളായ സ്വഹാബിമാരുണ്ട്, റിപ്പോർട്ടർമാരായ സ്വഹാബിമാരുണ്ട്. അവരാരും തന്നെ അവിടുത്തെ ഹദീസുകളിലോ ചരിത്ര ഗ്രന്ഥങ്ങളിലോ ഒന്നും തന്നെ
അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായിട്ട് പിന്നെ അവിടുന്ന് ഭയങ്കര സുഗന്ധം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷമുള്ളത് മഹാസിദ്ദീഖായ അബൂബക്കർ തങ്ങളാണ്. ആ അബൂബക്കർ തങ്ങൾ വഫാത്തായിട്ട് അങ്ങനെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഭയങ്കര സ്മെല്ലും ഭയങ്കര അങ്ങനെ ഉണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു ആവട്ടെ ഒരു രക്തസാക്ഷിയാണ്, ഷഹീദാണ്. അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ടോ ഇങ്ങനെ വല്ല സംഭവങ്ങളും? അതുമില്ല. അലി ഇബ്നു അബീ താലിബ് ഷഹീദുമാണ്, സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തും മരുമകനുമാണ്. അവർക്കുണ്ടായിട്ടുണ്ടോ? ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടതിനു ശേഷം അവൻ്റെ മുഖത്തു നിന്നും ശരീരഭാഗത്തു നിന്നും ഒക്കെ എങ്ങനെ വലിയ സുഗന്ധം ഉണ്ടാകും? അങ്ങനെ അള്ളാഹുവോ അവൻ്റെ റസൂലോ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും അമ്പിയാക്കന്മാർക്കുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നരകത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ പറയുക. അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് വിശുദ്ധ ഖുർആനിൽ, വമയുതിഹില്ലാഹ വറസൂലഹു ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖ. നാളെ പരലോകത്ത് അമ്പിയാക്കന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ അവരോടൊപ്പം നമ്മളൊക്കെ ആയിത്തീരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മൂമിനായിട്ട് അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, അങ്ങനെ മരണപ്പെട്ടാൽ നാളെ പരലോകത്ത് എത്തുന്ന കാര്യമാണ്. അത് ഒരാൾക്കും നാളെ പരലോകത്ത് എൻ്റെ സ്ഥിതി എന്താണ് എന്ന് അള്ളാഹു ഒരാൾക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. 10 ശഹാബികളെ കുറിച്ച് മാത്രമേ അശ്റത്തുൽ മുബശ്ശിർ എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ. 10 ആളുകൾക്ക് സന്തോഷ വാർത്തയായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ മകളായ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി പോലും സ്വർഗത്തിലാണെന്ന് ഞാൻ പറയില്ല എന്നാണ് റസൂലുള്ള പറഞ്ഞത്. എന്താ കാരണം? എന്നതുപോലെ തന്നെ മഹദിയായ ഖദീജ ഏറ്റവും വലിയ സിദ്ദീഖത്തായ നമ്മുടെ ഉമ്മയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അവർ പോലും തിരുമേനിയുടെ ഭാര്യമാരെ കുറിച്ച് അവരൊക്കെ നമ്മുടെ ഉമ്മമാരാണ്, അവരൊക്കെ സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അള്ളാഹു ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹ, അള്ളാഹു പറയുന്നതല്ലാതെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ആ റസൂലുള്ള ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഒന്നും ചെയ്തിട്ടില്ലെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ വിപ്ലവ മതത്തിൽ കൂട്ടിച്ചേർത്ത് തോന്നിയത് മുഴുവൻ പറഞ്ഞ ആളുകൾ ഇത്തരത്തിൽ എല്ലാവിധ അധർമ്മങ്ങളിലും ഏർപ്പെടുന്നത്, ഈ രീതി ഈ മതത്തെ ഇത്രമാത്രം ഈ നിന്ദിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത്തരത്തിൽ ഈ മതം ജീവിക്കേണ്ടത് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളിലോ മുത്തശ്ശി കഥകളിലോ കെട്ടുകഥകളിലോ അല്ല, മറിച്ച് ഇത് വിപ്ലവാത്മകമായ മതമാണ്. തറക്ക് തുഫീക്കും അംറൈനി കിതാബില്ലാഹി വ സുന്നത്ത റസൂലിഹി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപേക്ഷിച്ച് പോണത്. അത് ഒന്ന് വിശുദ്ധ ഖുർആനും ഒന്ന് എൻ്റെ ചര്യയുമാണത്. ഇത് രണ്ടിലും ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ മറ്റൊന്നും കൂടെ പറയുന്നുണ്ട്. അത് വിശുദ്ധ ചരിത്രങ്ങളിലും ഹദീസുകളിലും കാണാം. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് അയാൾ ചിരിച്ചു കിടക്കുന്നല്ലോ, അയാൾ നല്ല സന്തോഷിച്ചു കിടക്കുന്നല്ലോ, ഒന്ന് ഉറപ്പിക്കുക, അയാൾ സ്വർഗത്തിലേക്ക് തന്നെയാണ് എന്നതുപോലെ മറ്റൊരാൾ ക്ഷീണിതനായിട്ട് മരിച്ച് അയാൾ മുഖമൊക്കെ കൂടെ വക്രിച്ച് കരിവാളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അയാൾ നരകത്തിലാണ്, മലക്കിൻ്റെ അടി കൊണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ നരകത്തിലേക്കാക്കുക. ഇത്തരത്തിൽ പറഞ്ഞ ആളുകളെ അള്ളാഹുവിൻ്റെ റസൂല് അക്കാലത്ത് തന്നെ ശക്തിമത്തായിട്ടുള്ള താക്കീത് ചെയ്തിരിക്കുന്നു. നിങ്ങളാണോ പ്രവാചകൻ, അതല്ല ഞാനാണോ എന്ന് റസൂലുള്ള ചോദിച്ചിട്ടുണ്ട്. എനിക്കാണല്ലോ വഹി കിട്ടുന്നത്, നിങ്ങൾക്ക് വഹി കിട്ടിയോ? അയാൾ നരകത്തിലാണ് സ്വർഗത്തിലാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത്യാദി കാര്യങ്ങൾക്കൊന്നും തന്നെ ഒന്നും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതൊരു മറയിലാണ്. മരണം എന്നത് ഒരു മറയിലാണ്. അത് ആര് എങ്ങനെയാണ് മരിക്കുക എന്ന് അയാൾക്കും അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും ഈമാനോടുകൂടെ മുഹ്മിനായിട്ട് വിശ്വാസ വ്യതിയാനം വരാതെ മരണത്തിൽ എത്തിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമ്മൾക്ക് പറ്റൂ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഏറ്റവും മഹത്തായ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം അനുസരിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകളാവട്ടെ. അതാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹു തുമ്മ ഇസ്തഖാമു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാക്കാണ്. ഒരു കൂട്ടരുണ്ട്, കാലു അവർ പറഞ്ഞിരിക്കുന്നു, എന്താണ്? റബ്ബുൻ അല്ലാഹു, അള്ളാഹു ഞങ്ങളുടെ രക്ഷിതാവാണ്, എല്ലാ നിലക്കുമുള്ള രക്ഷിതാവ്. അതാണ്. ഏതെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ അർബാബ് അത് രക്ഷിതാക്കളാണ്. ഇന്റെ അർബാബ് എന്ന് പറഞ്ഞാൽ റബ്ബാണ്. ഇത് അങ്ങനെയല്ല. ഇന്നല്ലദീന അവർ പറഞ്ഞിരിക്കുന്നു കാലു റബ്ബുൻ അല്ലാഹു, അള്ളാഹു ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും
സംരക്ഷകനും അത്താണിയും രക്ഷിതാവുമാണ്. എന്നിട്ടോ തുമ്മസ്തകാമു, പിന്നീട് അവർ ചൊവ്വായിട്ട് ജീവിതം നിലനിർത്തിയിട്ടുണ്ട്. ആ തുമ്മസ്തകാമു എന്ന വിവരണം അമാനി മൗലവിയെ പോലെയുള്ളതും അതുപോലത്തുള്ള പണ്ഡിതന്മാർ ഒട്ടനേകം പേജുകളിലായിട്ട് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. തുമ്മസ്തകാമു എന്ന് പറഞ്ഞാൽ എന്നിട്ട് ജീവിതം ചൊവ്വാക്കിയവർ എന്നാണ്. എന്ന് പറയും എല്ലാ മേഖലയിലും ചൊവ്വാക്കിയവർ. അവർക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ കൂട്ടത്തോടെ ഇറങ്ങി വരും. എന്നിട്ട് അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കരുത്, ഭയപ്പെടരുത്, മരണനേരത്ത് പറയും വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഹദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തപ്പെട്ട സ്വർഗത്തിൽ അത് ആ സ്വർഗീയ ചിത്രവുമായിട്ട് ഞങ്ങൾ ആ സ്വർഗചിത്രം അവർക്ക് കാണിക്കപ്പെടും. ഇതാ ഈ സന്തോഷ വാർത്ത. നോക്കണം, നഹ്നു ഔലിയാവുക്കും, ഇവിടെയാണ് ഔലിയ എന്ന പ്രയോഗം. ആ മലക്കുകൾ മരിക്കാൻ പോകുന്ന മുഅ്മിനിനോട് പറയാണ്. എല്ലാവിധ പ്രയാസങ്ങളിലും ദുഃഖത്തിലും വേദനകളിലുമായി കിടക്കുമ്പോഴാണ് ആ മലക്കുകൾ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, നഹ്നു ഔലിയാവുക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. മലക്കുകൾ, മരിപ്പിക്കുന്ന മലക്കുകൾ ആ മനുഷ്യനോട് പറയാണ്, നഹ്നു ഞങ്ങൾ ഔലിയാവുക്കും നിങ്ങളുടെ മിത്രങ്ങളാണ്, ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും, വലക്കും ഫിയാ മാ തസ്തഹി അൻഫുസക്കും, നിങ്ങളുടെ ആത്മാവ് എന്തൊന്ന് കൊതിക്കുന്നുവോ അതിലേക്കാണ് ഞങ്ങൾ വിളിക്കുന്നത്. വലക്കും ഫിയാ മാ തസ്തഹി അൻഫുസക്കും വലക്കും ഫിയാ മാ തദ്ദഹൂൻ. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ അടിസ്ഥാനപരമായ വിശ്വാസം. അള്ളാഹു ഈ വിശ്വാസത്തിൽ അടിസ്ഥാനപരമായി നിലനിന്ന് ഈ തുമ്മസ്തകാമു എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടത്തിൽ നമ്മളെയൊക്കെ ചേർത്ത് തരുമാറാവട്ടെ. വാമീൻ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടിച്ചുപൊളി ജീവിതങ്ങളും എറണാകുളമാണ് സ്ഥലം. എങ്ങനെ അവൾക്ക് നടക്കണം? ഹോസ്റ്റലിലെ ലൈഫാണ്, എല്ലാ വേണ്ടാതീരങ്ങളും ഉണ്ട്. പലപ്പോഴും അവളുടെ കൂടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പെൺകുട്ടികൾ വിളിച്ചു പറയുമ്പോ നമ്മുടെ സമുദായത്തിൽ ഇതേ രൂപത്തിൽ തല മറക്കൂല എന്നൊരു പ്രശ്നമുള്ളത് മാത്രമല്ല, അവള് കൂട്ടുകെട്ട് നടത്തുന്നത് ആൺപിള്ളേരുമായിട്ടാണ്. പിന്നെ ചില വെടക്ക് പെൺകുട്ടികളൊക്കെ ആയിട്ടാണ്. നമുക്ക് ചേരാത്ത രീതിയിലുള്ള ബന്ധങ്ങളൊക്കെയാണ് ഷെറീനാക്കുള്ളത്.